ഇന്ന് നമുക്ക് ചാള മീൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാള മീനിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതൊരു 4 ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനാണ് അല്പം എണ്ണ ഒഴിച്ചത്. ഈ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ ഇടാമേ. ഞാൻ പൊടിച്ച മുളക്, സാധാ മുളകും കാശ്മീരി മുളകും കൂടെയാണ്, പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര എരിവായിരുന്നു ഇപ്പോൾ വാങ്ങിയ മുളക്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് മുളക് ഇട്ടത്. നല്ലപോലെ ഒന്ന് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ പുരട്ടി കൊടുക്കണം. അപ്പോൾ നല്ലപോലെ പുരട്ടിയിട്ടുണ്ട്. ഇതിന് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം, അല്ല പുറത്താണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെന്ന് വെച്ചാൽ വെക്കാം. നമ്മുടെ ചാള മീൻ എല്ലാം പുരട്ടി വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് 2 വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇടാണ്, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് മീൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഓരോന്നായിട്ട്. ഒരു സൈഡ് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഫ്രൈ എല്ലാം 2 സൈഡ് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഈ മീൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് എല്ലാവരും കണ്ടു കാണുമല്ലോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വിഭവമായി നമുക്ക് കാണാം.